ന്യൂനപക്ഷമാണല്ലോ ക്രൈസ്തവ വിഭാഗം. ആ ക്രൈസ്തവ വിഭാഗത്തിൽ ഇപ്പോ പ്രവർത്തിക്കുന്ന ഒരു തനി വർഗീയ സംഘടന, വർഗീയമായി ചിന്തിക്കുന്ന ഒരു സംഘടന അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കിടയിൽ ഒരു വിഭാഗം കടുത്ത വർഗീയത മാത്രം ചിന്തിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. RSSന്റെ പിൻബലത്തോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം. ഒരു പുരോഹിതന്റെ ഫോണിൽ കണ്ടത് കടുത്ത മുസ്ലിം വിരുദ്ധതയെന്നും മന്ത്രി. കോൺഗ്രസിൽ ഖദർ കളർ വസ്ത്ര തർക്കം. യുവനേതാക്കൾ ഖദർ ഉപേക്ഷിച്ച് കളർ ഷർട്ടുകൾ ഇടുന്നതിനെ വിമർശിച്ച് അജയ് തറയിൽ. വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതിയെന്ന് ശബരിനാഥൻ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് VD സതീശൻ. യൂത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെന്ന് സണ്ണി ജോസഫ്. ഖാദി എല്ലാ കളറിലും ലഭിക്കുമെന്ന് P രാജീവ്. സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെ എതിർത്ത വിസ്ഡം നേതാവ് TK ആഷ്റഫിനെതിരെ നടപടി നിർദ്ദേശ വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപക ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ സ്കൂൾ മാനേജർക്ക് കത്ത്. 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകണമെന്ന് ഉത്തരവ്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ മുഖ്യമന്ത്രി തുടങ്ങിവെച്ച വിമർശനം ഏറ്റെടുത്ത് CPM. തിരുത്തലല്ല തകർക്കലെന്ന് ദേശാഭിമാനി. ചെറിയ പ്രശ്നത്തെ ഡോക്ടർ പർവ്വതീകരിച്ചെന്ന് MV ഗോവിന്ദൻ. വളഞ്ഞിട്ടാക്രമിച്ചിട്ടും നിലപാടിൽ ഉറച്ചു ഡോക്ടർ ഹാരിസ്. എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. ജൂൺ 16 ഡെലിവറി നടന്നത്. അന്ന് തൊട്ട് ഇപ്പം തൊട്ടുള്ള മെഡിസിൻസ് നമ്മൾ എല്ലാം പുറത്തുനിന്നാണ്. ഒന്നും നമുക്ക് എനിക്ക് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുന്ന് ഒരു മെഡിസിൻസും നമുക്ക് കിട്ടിയിട്ടില്ല. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയും സർക്കാർ അനാസ്ഥയിൽ പാളി. നവജാത ശിശുക്കളുടെ അമ്മമാർ ചികിത്സയ്ക്ക് പണം തേടി നെട്ടോട്ടത്തിൽ. പണമില്ലാതെ ദുരിതത്തിലായ അമ്മമാരുടെ ദുരിതം തുറന്നു കാണിച്ച് ന്യൂസ് 18. പദ്ധതി പാളിയത് സംസ്ഥാന വിഹിതം നൽകാത്തതിനാൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.